കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇസ്രായേലിലെ ഭരണാധികാരികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിച്ചു തുടങ്ങുവാൻ ഇടയായിട്ടുണ്ടല്ലോ. ശൗൽ സംയുക്ത ഇസ്രായേലില് BC 1050 മുതൽ 1010 വരെ താന് ഭരണം നടത്തിയ ഒന്നാമത്തെ രാജാവാണ്. ബെന്യാമിൻ ഗോത്രക്കാരൻ, അതേപോലെ കോമളനും എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനും ആയിരുന്നു എന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 9-ന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ താൻ ശൂരനും പരാക്രമശാലിയുമായിരുന്നു. 1 ശമൂവേൽ 9-ാം അധ്യായം മുതൽ 31 വരെയുള്ള അധ്യായങ്ങളില് ശൗലിന്റെ ചരിത്രം നമുക്ക് കാണാവുന്നതാണ്. ഫെലിസ്ത്യർ പ്രാബല്യം പ്രാപിച്ചതോടെ ഒരു വീരനായ രാജാവിന് മാത്രമേ തങ്ങളെ ഭരിക്കാൻ കഴിയൂ എന്ന് ഇസ്രായേൽ ചിന്തിച്ചു തുടങ്ങി. തന്മൂലം ശമൂവേൽ പ്രവാചകനിലൂടെ നിലവിലിരുന്ന യഹോവയുടെ ആത്മീയ നേതൃത്വത്തെ ജനം തിരസ്കരിച്ചുകൊണ്ട് ചുറ്റുമുള്ള ജാതികൾക്കുള്ളതുപോലെ തങ്ങൾക്കും ഒരു രാജാവിനെ ലഭിക്കണം എന്ന് അവർ വാദിച്ചു തുടങ്ങി. 1 ശമൂവേലിന്റെ പുസ്തകം 10-ൽ ശമൂവേലിന്റെ അടുക്കൽ എത്തിയ ശൗലിന്റെ അഭിഷേകത്തെ കുറിച്ച് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരികയും അവൻ ജനത്തെ കൂട്ടി അമോന്യരെ നിശേഷം നിഗ്രഹിക്കുകയും ചെയ്തതായിട്ട് 1 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത് കാണാവുന്നതാണ്. ഇത് ശൗലിന്റെ രാജത്വത്തിന്റെ തെളിവായും അവര് അംഗീകരിച്ചു. ജനമെല്ലാം ഗിൽഗാലിൽ ഒന്നിച്ചുകൂടി ശൗലിനെ രാജാവായി വാഴിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഫെലിസ്ത്യർ ഒരു വലിയ സൈന്യവുമായി വന്ന് പിന്നെയും അവര് തുടർമാനമായി ആക്രമിച്ചുകൊണ്ടിരുന്നു. ജനം ശൗലിന്റെ അടുക്കൽ കൂടി വന്ന് ശമൂവേലിനു വേണ്ടി 7 ദിവസം അവര് കാത്തിരുന്നു. ശൗലിന്റെ അടുക്കല് അവര് തുടർന്നുള്ള യുദ്ധത്തെക്കുറിച്ചും മറ്റുമൊക്കെ ജനം കൂടി വന്ന് പറഞ്ഞു. എന്നാൽ ശമൂവേൽ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര് 7 ദിവസം കാത്തിരിക്കുകയും ശൗൽ യഹോവയുടെ അടുക്കൽ ചെന്ന് പ്രസാദത്തിനായി ഹോമയാഗം കഴിക്കുവാനായിട്ട് ഒരുമ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് പിന്നെ കാണുവാനായിട്ട് കഴിയുന്നത്. ശമൂവേൽ അതിനെ ശാസിക്കുന്നതായിട്ട് 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അവൻ രാജാവായിരുന്നെങ്കിലും പുരോഹിതന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് ദൈവം അവനെ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് ശമൂവേൽ പറയുകയാണ്, തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു എന്ന ആദ്യ സൂചന അവിടെ വെച്ച് ശമൂവേൽ ശൗലിന് നൽകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശൗൽ ഒരു ധീരനായകനായിരുന്നെങ്കിലും ഒരു പടയാളിക്ക് ഉണ്ടായിരിക്കേണ്ടുന്നതായ അനുസരണം തനിക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് ആത്മീകമായ കാഴ്ചപ്പാട് തനിക്കില്ലായിരുന്നു എന്നത് വ്യക്തമാണ്. യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് രണ്ടാമതും ഈ യാഗാനന്തരം അറിയിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 15-ന്റെ 22-ലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശമൂവേൽ ദാവീദിനെ ഭാവി രാജാവായി പിന്നീട് അഭിഷേകം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത്തരണത്തിൽ ശൗലിന്റെ മേലൊരു ദുരാത്മാവ് വരികയും ദാവീദ് കിന്നരമെടുത്ത് വായിക്കുമ്പോഴാണ് അതിന് ശമനം വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ദാവീദിനെ രാജാവായി വാഴിക്കുന്നത് വിവരം അറിഞ്ഞപ്പോൾ മുതൽ ശൗലിന് ദാവീദിനോട് വളരെ അസൂയ ഉണ്ടാകുകയും
തുടർന്ന് ദാവീദിനെ പല പ്രാവശ്യം കൊല്ലുവാനായി ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, നോബിലെ പുരോഹിതന്മാർ ദാവീദിനെ സഹായിച്ചതുകൊണ്ട് ശൗൽ പുരോഹിതന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും ആ പട്ടണം നിർമൂലമാക്കുകയും ചെയ്തത് 1 ശമൂവേലിന്റെ പുസ്തകം 22:17 കാണാം. വീണ്ടും ഫിലിസ്ത്യർ യുദ്ധത്തിന് വന്നപ്പോൾ ശൗൽ ഏന്തോരിലെ വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ ആലോചനയ്ക്കായിട്ട് പോകുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിങ്കൽ നിന്നുള്ള അവന്റെ ആശ്രയമെല്ലാം മാറി പലപ്പോഴും വെളിച്ചപ്പാടത്തിമാരുടെ അടുക്കൽ, അതേപോലെ ലക്ഷണം പറയുന്നവരുടെ അടുക്കൽ അവൻ ഓടി നടക്കുകയും ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്ന അനുഭവം അവന്റെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഫിലിസ്തീയ സൈന്യവും ഇസ്രായേൽ സൈന്യവും ജസ്രയേൽ സമതലത്തില് യുദ്ധത്തിനായിട്ട് പിന്നീട് അണിനിരക്കുന്നു. ഈ യുദ്ധത്തിൽ ശൗലിന്റെ 3 പുത്രന്മാർ യോനാദാനും അബീനാദാബും മെൽക്കീശൂവയും കൊല്ലപ്പെടുന്ന ദയനീയമായ അനുഭവം അവിടെ നമുക്ക് കാണാം. ആ യുദ്ധത്തിൽ ശൗൽ മാരകമായി മുറിവേൽക്കുകയും എന്നാൽ ശത്രുക്കളുടെ കയ്യിൽ പെട്ട് അകപ്പെടാതിരിക്കേണ്ടതിന് സ്വന്തം വാളിന്മേൽ വീണ് മരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ശൗലിനോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത്. അതെ പ്രിയമുള്ളവരെ, ദൈവം തന്റെ ജനത്തെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും, ഭരണ ചുമതലകൾ ഏൽപ്പിക്കും. അപ്പോഴൊക്കെ ദൈവസന്നിധിയില് ദൈവത്തോട് ആലോചന പ്രാപിച്ചുകൊണ്ട് ദൈവം എന്ത് ഉത്തരവാദിത്തം എന്തിനു വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജാവായിരുന്നാലും ആരായിരുന്നാലും അത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് ദൈവത്തിനും ദൈവജനത്തിനും ദൈവരാജ്യത്തിനും വേണ്ടിയാണ് എന്ന കാഴ്ചപ്പാടോടുകൂടെ മുൻപോട്ട് പോയില്ല എങ്കിൽ എത്ര വലിയവനായിരുന്നാലും സംഭവിക്കുന്ന പരാജയമാണ്. കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ ഇസ്രായേലിലെ യഹൂദയിലെ ഒക്കെ പല രാജാക്കന്മാരിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇസ്രായേലിലെ അഥവാ സംയുക്ത രാജ്യമായ ഇസ്രായേലിൽ 1ാമത്തെ രാജാവായ ശൗലിന്റെ ദയനീയമായ ഒരന്ത്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിൻതലമുറയ്ക്ക് ബുദ്ധി ഉപദേശത്തിനായി നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയത്തോടെ ദൈവത്തെ സേവിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി